ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കാം. അന്ന് ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് രാവിലെ കുറച്ച് നല്ല അധികം ജോലികളുണ്ടായിനും. നമുക്ക് ഇന്നലെ കാറ്ററിംഗ് ഒക്കെ ഉണ്ടായിനല്ലോ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടില്ലേനു. അപ്പോൾ കാറ്ററിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലേ ഒരുപാട് പാത്രങ്ങളൊക്കെ ഉണ്ടാവും കഴുകാനും. അപ്പോൾ നമ്മൾ ഫുഡ് കൊടുത്തു വിട്ട് അവർ ഇന്ന് രാവിലെ കേട്ടോ, ഇന്ന് രാവിലെയാണ് പാത്രങ്ങളൊക്കെ കൊണ്ടുവന്ന് തന്നത്. അപ്പോൾ പിന്നെ അതൊക്കെ കഴുകാണ്ടേനി. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലൊക്കെ ആയിട്ട് നേരം കുറേ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊന്നും പിന്നെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. പാത്രമൊക്കെ കഴുകി അവിടെ വെച്ചിട്ടുണ്ട്. ഇനിയൊക്കെ താഴേക്ക് ഇറക്കണം. ഞാൻ മുകളിൽ നിന്ന് തന്നെ പാത്രമൊക്കെ കഴുകി അവിടെ തന്നെ വെക്കലാട്ടോ. എന്നാൽ പിന്നെ പാത്രമൊക്കെ ഉണങ്ങിയിട്ട് ഒഴിവിനനുസരിച്ചിട്ട് ഇങ്ങനെ എടുത്ത് താഴെ കൊണ്ടുവന്ന് നോക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് ചോറും കൂട്ടാനും ഉണ്ടാക്കണം. അപ്പം എന്നാൽ കുട്ടി പറഞ്ഞു ഉമ്മച്ചി എന്ന് നല്ല അടിപൊളി നാടൻ ഊണുണ്ടാക്കുമോ ചോദിച്ച്. അപ്പം എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ കരുതിട്ടോ. അപ്പോൾ അങ്ങനെ അടുപ്പ് കത്തിച്ച് ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ ഉണ്ടാക്കിയ ചോറും കൂട്ടാനുമാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പീസൊക്കെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടോക്കി. അങ്ങനെ ചോറിന് വെള്ളം വെച്ചു. പിന്നെ അകത്ത് വന്നിട്ട് മീനുണ്ടായിനി ഫ്രിഡ്ജിൽ. ഞാൻ കുറച്ച് നേരത്തെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിന് കേട്ടോ. കഷ്ണ മീനാണ്, ഐസൊക്കെ വിടാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ അത് ഐസ് വിട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യം അത് കഴുകി വെച്ചു. എന്നാൽ പിന്നെ അത് മസാല തേച്ച് വെക്കാമല്ലോ. അപ്പോൾ മീൻ കുറച്ചുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നായി അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. നാളെ പിന്നെ വെള്ളിയാഴ്ച അല്ലേ, വെള്ളിയാഴ്ച ആകുമ്പോൾ നമുക്ക് ബീഫ് വാങ്ങാമെന്ന് കരുതിയിട്ടാണ്. അങ്ങനെ മീനൊക്കെ കഴുകി വെച്ച്. ഇനിയിപ്പോൾ വെള്ളരി ഉണ്ടായിന് ഫ്രിഡ്ജിൽ. അപ്പോൾ വെള്ളരിക്ക് വെച്ചിട്ട് നല്ല അടിപൊളി ഒരു മോരുകറി ആയിട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ ഇതാ വെള്ളരിക്കൻ ഒരു പീസേ ഞാൻ എടുത്തിട്ടുള്ളൂ, മുഴുവനായിട്ടൊന്നും എടുത്തിട്ടില്ല. അത് മതിട്ട് നമുക്ക് കറി. അങ്ങനെ വെള്ളരിക്കൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അത് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കറിയൊക്കെ പലരും പല രീതിയിലല്ലേ ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ് കേട്ടോ. അതേപോലെ നമ്മളെ വീഡിയോസൊക്കെ നമ്മളെ റെസിപ്പീസൊക്കെ ഒരുപാട് കൂട്ടുകാർ ട്രൈ ചെയ്ത് നോക്കലുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അതേപോലെ തന്നെ ഇന്നലെ ഞാൻ കാറ്ററിംഗ് വീഡിയോ ചെയ്തില്ലേ, ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് കൂട്ടുകാർ നല്ല നല്ല കമൻസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഇതേപോലെ വീട്ടിലിരുന്നാണ്ട് ഇങ്ങനെ വരുമാനമൊക്കെ ഉണ്ടാക്കുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ട്. അതേപോലെ ഞാനൊക്കെ മടിച്ചാണ് എന്നൊക്കെ പറഞ്ഞൊക്കെ അങ്ങനെയൊക്കെ കമൻറ്റ് ഉണ്ടായിന് കേട്ടോ. അപ്പോൾ മടിയൊക്കെ എനിക്കും ഇടയ്ക്കൊക്കെ വരാറുണ്ട്. പിന്നെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കണത് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലിയാകുമ്പം നമുക്ക് അതിന് വല്ലാതെ കുഴപ്പം ക്ഷീണമൊന്നും ഉണ്ടാവില്ല. പിന്നെ പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണം കുഴപ്പമൊക്കെ ഉണ്ടാവും കേട്ടോ. ഇന്നലെ പിന്നെ ഞാൻ ഒരു 10 മണിക്ക് അങ്ങോട്ട് കടന്നുറങ്ങിയിട്ട് വൈകുന്നേരം ആക്കണം കേട്ടോ എണീറ്റപ്പോൾ. രാത്രിയിൽ ഉറങ്ങാതെ പണികളൊക്കെ ചെയ്തതല്ലേ. അപ്പോൾ ഇതാട്ടോ വെള്ളരിക്കൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ കട്ട് ചെയ്തെടുത്തിക്കണം കേട്ടോ. കുറച്ച് വലിയ പീസാക്കിയിട്ട് തന്നെയാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. എന്തായാലും കുക്കറിലിട്ടല്ലേ വേവിക്കണത്, എളുപ്പമാവും. അങ്ങനെ കുക്കർക്ക് ഇട്ട് കൊടുത്തു. അതിലേക്ക് പച്ചമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 2 വിസിലടിച്ചാൽ മതി കേട്ടോ. 2 വിസിലടിച്ചാൽ തന്നെ വെള്ളരിക്ക വേവും. അങ്ങനെ അത് അടുപ്പത്ത് വെച്ചു. ചോറ് വെന്തിട്ട് അടുപ്പത്ത് തന്നെ കൂട്ടാണ്ടാക്കാൻ നിൽക്കുമ്പോഴേ നേരം കുറയാവും. അപ്പം ഞാൻ പറഞ്ഞല്ലോ അരമണിക്കൂർ കൊണ്ട് ഉണ്ടാക്കിയ ഊണാണെന്നുള്ളത്. അപ്പം അതൊക്കെ അടുപ്പത്ത് വെച്ചപ്പോഴത്തേന് വെള്ളം വന്ന് നോക്കിയപ്പോൾ വെള്ളമൊക്കെ നല്ലോണം ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അരി കഴുകി വെച്ചിനിയും അത് വേഗമായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് റേഷൻ കടീത്തെ അരി ആയതുകൊണ്ടേ എളുപ്പം വേവും. നമ്മളിനിയിപ്പം ഉപ്പേരിക്കൊക്കെ ഉള്ളതൊന്നും നുറുക്കിയൊക്കെ ആകുമ്പോൾ തന്നെ ആയിക്കോളും. അപ്പോൾ ഞാൻ വേഗം അരിയൊക്കെ കഴുകിയത് ഇട്ട് കൊടുത്തു. ഇനി ഇതിവിടെ അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ കിടന്നിട്ട് വേവട്ടെ. ഇനി ഞാനൊരു ചമ്മന്തി ആട്ടോ ഉണ്ടാക്കണത്. ചെമ്മീനും മാങ്ങയൊക്കെ ഇട്ടിട്ടുള്ള. അപ്പോൾ മാങ്ങൻ്റെ സീസണാണല്ലോ. അപ്പോൾ ചെമ്മീനും മാങ്ങിയിട്ടിട്ട് ചമ്മന്തി ഉണ്ടാക്കണം. അതിൻ്റെ മുന്നേ മീനൊക്കെ നമ്മൾ കഴുകി വെച്ചിട്ടില്ലേ, അതിൽ മസാല തേച്ച് വെച്ച് സാധാ മസാല തന്നെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിൽ കാണിക്കാനൊന്നുമില്ല, എല്ലാവരും മീനൊക്കെ പൊരിച്ചെടുക്കണത് തന്നെയല്ലേ. അതേപോലെയുള്ള നോർമൽ മസാല തന്നെയാണ് കേട്ടോ ഇട്ടണത്. അപ്പോൾ അതങ്ങനെ മസാലയൊക്കെ തേച്ച് വെച്ചു. പിന്നെ കുക്കർ അങ്ങനെ 2 വിസിലടിച്ചിനെ ഞാൻ ഓഫ് ചെയ്ത് അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചു. പിന്നെ ചെമ്മീൻ ഉണ്ടെങ്കിൽ ഇത് കഴുകി ഉണക്കി വെച്ചതാണ് കേട്ടോ. അത് ഉമ്മ അവിടെ നിന്നിന് അന്ന് ചെമ്മീനും മാങ്ങയൊക്കെ ഇട്ട് ചമ്മന്തി ഉണ്ടാക്കിന് അന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പം വറുത്തൊന്നും വെച്ചിട്ടില്ല അമ്മ, കഴുകിയാണ്ട് ഉണക്കി വെച്ചിനി. അപ്പോൾ അത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തോണ്ട് കേട്ടോ ഈ പാനിക്ക്. അപ്പോൾ അതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു ചമ്മന്തി കേട്ടോ. വേറെ കൂട്ടാനൊന്നും വേണ്ട. ഈ ഒരു ചെമ്മീൻ ചമ്മന്തി ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ ചോറ് കഴിക്കുക. ചെമ്മീനും മാങ്ങയും ഒക്കെ ഇട്ടാണ് കേട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ അങ്ങനെ ചെമ്മീൻ വറുത്ത് ഞാനൊരു പാത്രത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറ്റൽമുളക് ആട്ടോ ചേർക്കണത്. ഇത് പിരിയൻ മുളകാണ്. അപ്പോൾ കുറച്ച് അധികം എടുത്താണ് ഞാൻ. എരിവുള്ള മുളകാണെങ്കിൽ കുറച്ച് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾ എടുക്കുക. അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ഞാൻ. നമ്മൾ ചുട്ടരച്ച ചമ്മന്തിയൊക്കെ ഉണ്ടാവില്ലേ, ആ ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ ഈ ഒരു ഉണക്കമുളകും കൂടെ ഇതിലേക്ക് ചേർത്താൽ. അങ്ങനെ അത് ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ചെമ്മീൻ്റെ തലയും വാലൊക്കെ ഒന്ന് കളയണമല്ലോ. അപ്പോൾ അതൊന്നിങ്ങനെ കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ വറുത്തിട്ടായാലേ ഇങ്ങനെ മുരിഞ്ഞ് നിൽക്കുന്ന സമയത്തായ എളുപ്പം കളയാൻ കഴിയും. മറ്റേതിങ്ങനെ ചതഞ്ഞുകൊണ്ട് നിൽക്കുമല്ലോ. ഇതിങ്ങനെ മുരിഞ്ഞ് നിൽക്കുമ്പം വാലും തലയൊക്കെ പെട്ടെന്ന് തന്നെ അങ്ങനെ നുള്ളെടുക്കാൻ കിട്ടും.
അങ്ങനെ ഇതാ അതിൻ്റെ ആ ഒരു തലയും വാലൊക്കെ ഞാൻ അങ്ങനെ കളഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഉണക്കമുളക് ചൂടാക്കാൻ വേണ്ടിയിട്ട് ചട്ടിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ചെറിയ തീയിലിട്ട് വെച്ചേക്കാണ്. അങ്ങനെ അത് ഞാൻ പിന്നെ മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുത്തു. പിന്നെ മാങ്ങ വേണമല്ലോ, അപ്പോൾ ഞാനിവിടെ ഈ മാങ്ങൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഇത് പുളി കുറവാട്ടോ, അടുത്ത വീട്ടിൽ നിന്ന് കിട്ടിയതേന്. അപ്പോൾ അത് തൊലിയൊക്കെ കളഞ്ഞാണ്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ മാങ്ങൻ്റെ തൊലിയൊക്കെ അതിൻ്റെ അടിയിൽ കൂടെ കളയുന്നുണ്ട്. പിന്നെ നമ്മുടെ ഉണക്കമുളക് ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ടേന്. അപ്പോൾ അതും ഇനി മിക്സിൻ്റെ ജാറിലിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ മുളകും ചെമ്മീനും നമുക്ക് ആദ്യം ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. എന്നിട്ട് പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഉണക്കമുളക് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം പൊടിച്ചെടുക്കേണ്ട, ചെറിയ തരിതരികൾ അതിൽ ഉണ്ടായിക്കോട്ടെ കേട്ടോ. അപ്പോൾ അങ്ങനെ ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം കട്ട് ചെയ്ത് വെച്ച മാങ്ങയും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്, ഒരു ചെറിയ 2 കൈപ്പിടി കേട്ടോ തേങ്ങ, അതും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചമ്മന്തിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി ചേർക്കാം. ഞാൻ കാശ്മീരി മുളക് പൊടി കേട്ടോ ചേർത്തിക്കുന്നത്. അപ്പോൾ ഒരു 1/2 സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്തു. പിന്നെ ഉപ്പ് കുറച്ച് ഇട്ടിട്ടുള്ളൂ, ചെമ്മീനിൽ ഉപ്പുണ്ടാവും. അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു. എന്നിട്ട് ചമ്മന്തി ഞാൻ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അമ്മിമ്മലൊക്കെ ഇട്ട് അരച്ചെടുക്കുന്ന ആ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പൾസ് ചെയ്ത് അടിച്ചെടുത്താൽ മതി. അപ്പോൾ അതേപോലെ കിട്ടും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാങ്ങൻ്റെ കഷ്ണങ്ങളും അതേപോലെ പിന്നെ ചെമ്മീൻ്റെ ആ ഒരു പീസൊക്കെ ഇങ്ങനെ ചെറിയ തരിതരി ഇതിലുണ്ടാവും കേട്ടോ. നല്ല ടേസ്റ്റാണ്. വേറെ കറികളൊന്നും വേണ്ട കേട്ടോ, അത് മാത്രം കുഴച്ച് നമുക്ക് ചോറ് കഴിക്കാം. അങ്ങനെ ചമ്മന്തി റെഡിയായി. ഇനി നമ്മൾ വെള്ളരിക്ക കറിക്കുള്ള അരപ്പാട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ തേങ്ങയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും അതേപോലെ തന്നെ കുറച്ച് നല്ല ജീരകം ഇട്ടുകൊണ്ട് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ചോറൊക്കെ വെന്തിന് ഒരു സമയപ്പോൾ തന്നെ. അപ്പോൾ ചോറ് വെന്ത് ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുപ്പ് ഒഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ അടുപ്പിൽ നമുക്ക് മീനും പൊരിച്ചെടുക്കാം. മീൻ നമ്മൾ കുറച്ച് നേരം അതിൽ മസാലയൊക്കെ തേച്ച് വെച്ചിട്ട് അങ്ങനെ ചട്ടി ചൂടായിട്ടുണ്ട്. ചട്ടിക്ക് ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തു. ഈ ചട്ടിയിൽ മീൻ പൊരിക്കണത് എനിക്കിഷ്ടമാണ് കേട്ടോ. അടിയിൽ പിടിക്കൂല, അടിയിൽ അങ്ങനെ ഒട്ടി പിടിക്കൂല, എളുപ്പം മീൻ നല്ലോണം മൊരിഞ്ഞ് നല്ല ഇതിൽ കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റാണ് ചീനച്ചട്ടിയിൽ മീൻ പൊരിച്ചാൽ. പിന്നെ ഇതിൻ്റെ ലിങ്ക് ചില കൂട്ടുകാർ ചോദിച്ചിനി. അപ്പോൾ ഇൻസ്റ്റയിൽ ലിങ്ക് കൊടുക്കൽ എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചാൽ അതെന്താവോ ഓപ്പൺ ആവണില്ല. പിന്നെ നമ്മളെ യൂട്യൂബ് വീഡിയോയിൽ ഉണ്ടാവും, ഈ വീഡിയോൻ്റെ കമൻറ്റിൽ ഉണ്ടാവും കേട്ടോ. യൂട്യൂബിൽ വീഡിയോ കാണുന്നവർക്ക് കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും. ഞാൻ ലിങ്ക് പിൻ ചെയ്ത് വെക്കാം. പിന്നെന്താ, മീൻ പൊരിക്കാൻ വെച്ചു. പിന്നെ നമ്മൾ കറി ആയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് തേങ്ങ അരച്ചൊഴിച്ച് കൊടുത്തു. ഇനി കുറച്ച് തൈര് ഞാൻ ആ തേങ്ങ അരച്ച ജാർക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് ഒന്ന് ഉടച്ചെടുത്തിട്ട് കറിക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി തിളക്കാൻ അയക്കരുത് കേട്ടോ. അതേപോലെ കയ്യിലുകൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. തിളച്ച് കഴിഞ്ഞാൽ കറി പിരിയും. എന്നാൽ ചൂടാവും വേണം, തൈരൊന്ന് ചൂടായി കിട്ടണ്ടേ. അപ്പോൾ അതേപോലെ ഇളക്കി കൊടുത്തു. അങ്ങനെ അതായിട്ടുണ്ട്. അത് അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചു. പിന്നെ മീൻ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ഇന്നലെ കാറ്ററിംഗ് വീഡിയോ ചെയ്തില്ല, അപ്പോൾ അതിൽ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നൂൽപുട്ടിന് നിങ്ങൾ എത്ര റേറ്റ് വാങ്ങിക്കൽ. നൂൽപുട്ടിന് 10 രൂപയാണ് കേട്ടോ വാങ്ങിക്കൽ. അപ്പോൾ മീനൊക്കെ തിരിച്ചിട്ട് കൊടുത്തു. ഇനി നമുക്ക് ഉപ്പേരിക്ക് പയറുണ്ടായിരുന്നു. അപ്പോൾ പയറൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. പയറിനെ നല്ലോണം കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഒക്കെ കൂടെ ഇതേപോലെ ആദ്യം നടു മുറിച്ച് കൊടുത്താണ് ഇങ്ങനെ ഒക്കെ കൂടെ കൂട്ടി പിടിച്ചിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ കുറേ ടൈം എടുക്കില്ല, പെട്ടെന്ന് തന്നെ അരിയൽ കഴിയും. നമ്മളെ അമ്മമാരൊക്കെ പയർ പൊട്ടിച്ചെടുക്കല്ലേ ചെയ്യുക. എൻ്റെ വീട്ടിലൊക്കെ എൻ്റെ അമ്മയൊക്കെ പയർ പൊട്ടിച്ചെടുക്കല, അങ്ങനെ അരിയലില്ല. അങ്ങനെ ഞാൻ പയറൊക്കെ അരിഞ്ഞെടുത്തു. അപ്പോൾ തന്നെ മീനൊക്കെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഈ ചട്ടിയിൽ നിന്ന് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഈ ചട്ടി തന്നെയാണ് കേട്ടോ നമ്മൾ പയറുപ്പേരി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ വിറകടുപ്പിലാണ് കുക്കിംഗ് എന്നുണ്ടെങ്കിലും കുറേ പാത്രങ്ങൾ അങ്ങനെ കരിയാക്കലില്ല. കരിയാക്കി കഴിഞ്ഞാൽ ഒക്കെ നമ്മൾ തന്നെ കഴുകണ്ടേ. പിന്നെ ഇങ്ങനത്തെ ചീനച്ചട്ടിയിൽ ഇതേപോലെ മീൻ പൊരിക്കാനും ഉപ്പേരി ഉണ്ടാക്കാനും ഒക്കെ നല്ലതാട്ടോ. പപ്പടം പൊരിക്കാൻ, പിന്നെ അതേപോലെ എണ്ണക്കടികളൊക്കെ ഉണ്ടാക്കാനും എല്ലാത്തിനും നല്ലതാട്ടോ. അപ്പോൾ ഞാൻ മീനൊക്കെ പൊരിച്ചെടുത്തു. ഒക്കെ കണ്ടോ, അതിൻ്റെ കളർ തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം, നല്ലോണം മൊരിഞ്ഞ് കിട്ടും കേട്ടോ. നല്ലോണം വെന്ത് നല്ല അടിപൊളിയായിട്ട് കിട്ടും. പിന്നെ ഇതിൽ തന്നെ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം. അപ്പോൾ ചട്ടിയൊക്കെ കഴുകി വീണ്ടും അതിനടുപ്പത്ത് വെച്ചാണ്. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ച് ഇനി അത് ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ പയറുപ്പേരി ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയാം. ഞാൻ പിന്നെ എന്തായാലും ഇത് ഉണ്ടാക്കല്ലേ, അപ്പം അങ്ങനെ പറയാൻ കേട്ടോ, നിങ്ങളിന്നെ ചീത്ത അറിയരുത്. അപ്പോൾ ഇന്ന് തേങ്ങയൊന്നും ചതച്ച് ചേർക്കണില്ല കേട്ടോ, സാധാ ഉപ്പേരി തന്നെ ഉണ്ടാക്കുന്നത്. പിന്നെ പച്ചമുളക് ഇട്ട് കൊടുത്തു. പിന്നെ അതേപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചിനി ഈ പ്രാവശ്യം ഗിവ് അവേ ഇല്ലേ ചോദിച്ചിനി. ഗിവ് അവേ ഉണ്ട് കേട്ടോ. ഇൻഷാല്ലാ നമുക്ക് വിന്നറെ തിരഞ്ഞെടുക്കുക. നാളെ മറ്റന്നാളെയൊക്കെ നോക്കാം കേട്ടോ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഗിവ് അവേ വിന്നർ തിരഞ്ഞെടുത്തല്ലോ, അവർക്ക് ഗിഫ്റ്റ് അയച്ചു കൊടുത്തിട്ടില്ല. ഞാൻ അഡ്രസ്സ് അയക്കാൻ പറഞ്ഞിട്ട് അന്നൊന്നും ഒരു അഡ്രസ്സ് അയച്ചു തന്നിട്ടില്ലേനി കേട്ടോ.
ഇപ്പോൾ അഡ്രസ്സൊക്കെ അയച്ചു തന്നാണ്. പിന്നെ ഞാൻ പുറത്ത് പോയിട്ടില്ല. പിന്നെ ഇൻഷാല്ലാ നാളെയോ മറ്റന്നാളെയോ ഒക്കെ ആയിട്ട് പുറത്ത് പോകണം. അപ്പോൾ അയച്ചു കൊടുക്കും. 2 ദിവസമായിട്ടേ നല്ല തിരക്കിലേനി. നമുക്ക് കാറ്ററിംഗ് ഒക്കെ ഉള്ളത് അതും പിന്നെ അതിൻ്റെ മുന്നേ ഹോം ഷോപ്പിൻ്റെ ബില്ല് ക്ലോസിങ്ങും ഒക്കെ ആയിട്ട് തിരക്കിലേനി. അതുകൊണ്ടാട്ടോ. പിന്നെന്താ അങ്ങനെ പയറുപ്പേരിയൊക്കെ അടുപ്പത്ത് വെച്ച് പിന്നെ കറി ഇതായിട്ടുണ്ടായിരുന്നില്ല, അത് തൂമിച്ചിട്ടില്ലേനി. അപ്പോൾ അത് ഞാൻ ഒരു പാത്രത്തിൽ ഒഴിച്ചു കൊടുത്ത് പിന്നെ വെളിച്ചെണ്ണയിൽ കടുകും ഉലുവയും വറ്റൽമുളകും കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് തൂമിച്ചാണ്ട് അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ വെള്ളരിക്കക്കറി ഇതുപോലെ മോരുകറിയാക്കി വെച്ചാൽ. അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ പയറുപ്പേരി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടില്ലേ, ഉപ്പേരിയും വേവാനായി തുടങ്ങിയിട്ടുണ്ട്. കുക്കിങ് കഴിഞ്ഞാലേ ഞാനിങ്ങനെ ഓരോ പാത്രത്തേക്ക് ആക്കി വെക്കലാട്ടോ നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ. ഇനിയിപ്പോൾ കറിയുള്ള പാത്രത്തിലൊക്കെ കുക്ക് ചെയ്താലും അത് അതേപോലെ അകത്തേക്ക് കൊണ്ടുവരില്ല. ഒക്കെ വേറെ പാത്രത്തേക്ക് മാറ്റി കൊടുക്കും. എന്നാൽ പിന്നെ കറിയുള്ള പാത്രങ്ങൾ ഇവിടെ പുറത്തുനിന്ന് തന്നെ കഴുകും ചെയ്യാം. അങ്ങനെയായിട്ടോ ചെയ്യൽ. അപ്പോൾ നമ്മൾ ഉപ്പേരി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതും ഒരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ ഒക്കെ ആയില്ലേ, കറിയായി, ചോറുമായി, ഉപ്പേരിയും അതേപോലെ തന്നെ ചമ്മന്തിയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. മീനും പൊരിച്ചെടുത്തു. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ. ഇനി പപ്പടം കൂടെ വേണ്ടി. ഇനിയിപ്പോൾ ഇന്ന് പപ്പടമല്ല, പപ്പടമല്ലെങ്കിലും ഇത് മതിയല്ലേ, നമുക്ക് ധാരാളം ഉണ്ട് ചോറ് കഴിക്കാനല്ലേ. അപ്പോൾ എനിക്ക് ആ ഒരു ചമ്മന്തി മാത്രം മതി കേട്ടോ. അത് കുഴച്ചാണ്ട് ചോറ് കഴിച്ചാൽ തന്നെ വയറ് നിറച്ച് ചോറ് കഴിക്കുക. പക്ഷേ ഇപ്പോൾ ചോറ് നമ്മൾ കുറയ്ക്കുകയാണ്. കുറച്ച് ചോറേ ഞാനും കഴിക്കലുള്ളൂ. അപ്പോൾ എന്തായാലും ഒക്കെ ആയിട്ടുണ്ട്. ഒക്കെ ഇതാ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമ്മളെ ഐഫക്കുട്ടി ഉണ്ടല്ലോ, ചോറ് വിളമ്പി തരുമോ ചോദിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വാഴൻ്റെലിയിൽ ചോറ് വിളമ്പി കൊടുക്കും. നമുക്കിപ്പോൾ ഇൻസ്റ്റഗ്രാമിലിപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഏട്ടനുണ്ടല്ലോ, ചോറിങ്ങനെ കഴിച്ചാണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞ് ഉമ്മച്ചിയെ ഞാൻ അങ്ങനെ ചോറ് കഴിക്കട്ടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വാഴൻ്റെലിക്ക് വിളമ്പി തരാം. അതേപോലെ നോക്ക് കഴിക്കാൻ വയ്ക്കൂല, എന്നാലും ഓളിനോട് പറയാം. അപ്പോൾ നമുക്ക് ചോറ് വിളമ്പി കൊടുക്കട്ടോ. അപ്പോൾ ഞാൻ വാഴൻ്റെലിക്ക് ചോറ് വിളമ്പി. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ വെള്ളരിക്കക്കറി വിളമ്പിയിട്ടുണ്ട്. ഈ മോരുകറി ഐഫക്കുട്ടിക്കും മഞ്ജുമോൾക്കും നല്ല ഇഷ്ടമാട്ടോ. ഈ ഒരു കറി ഓരോ ഫേവറേറ്റാണ് ഈ വെള്ളരിക്കക്കറി. വെള്ളരിക്കൊണ്ട് മോരുകറി ഉണ്ടാക്കിയാൽ കേട്ടോ. അങ്ങനെ അത് ഒഴിച്ചു കൊടുത്തു. പിന്നെ പയറുപ്പേരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എന്താ ഉണ്ടാക്കിയത്, ചമ്മന്തി ഉണ്ടാക്കിയില്ലേ, ചമ്മന്തി ഇതാ ഒരു ചെറിയൊരു ബോൾസാക്കിയാണ്ട് ഇങ്ങനെ അതും ഒരു ഭാഗത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും പൊതിഞ്ഞ് കഴിക്കണം, അപ്പോഴാണ് ഇതിലേറെ ടേസ്റ്റ് ഉണ്ടാവുക. ആ വാഴയിലൊക്കെ വാട്ടി അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ വരും. ഇതിപ്പോൾ നമുക്ക് പൊതിയാനൊന്നും നേരമല്ല കേട്ടോ, ഇതിപ്പോൾ തന്നെ കഴിക്കാനാണ്. അപ്പോൾ ഞാൻ ഇല വാട്ടിയിട്ടൊന്നുമില്ല. അങ്ങനെ മീൻ കഷ്ണങ്ങളും വെച്ച് കൊടുത്തു. 2 ചെറിയ മീൻ കഷ്ണങ്ങളും വെച്ച് കൊടുത്തു. പിന്നെ ഇതാ മാങ്ങച്ചാറ് നമ്മൾ കുറച്ച് ദിവസം മുന്നേ ഉണ്ടാക്കിയില്ലേ, ആ മാങ്ങച്ചാറും പിന്നെ ഈത്തപ്പഴച്ചാറുണ്ടായിനും അതുമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഐഫക്കുട്ടിൻ്റെ മുന്നിൽ ഇതാണ് കൊണ്ടുപോയി വെച്ച് കൊടുക്കാം കേട്ടോ. പൊതിച്ചോറാക്കി കെട്ടണമെങ്കിൽ ഒരു മുട്ടയും കൂടെ പൊരിച്ചിട്ട് വെച്ച് കൊടുത്തിട്ട് അങ്ങനെ പൊതിച്ചോറാക്കി കെട്ടി കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കുകയാണെങ്കിൽ അതിലേറെ ടേസ്റ്റ് ആയിക്കാരം. അപ്പം പൊതിച്ചോറും നല്ല കേട്ടോ. അത് ഐഫക്കുട്ടിക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഐഫക്കുട്ടി അങ്ങനെയൊക്കെ നോക്കണുണ്ട്. പക്ഷേ ആ ഏട്ടൻ കഴിക്കണ മാതിരി ഇപ്പം കുറേ ആൾക്കാർ അതേപോലെ ചെയ്യുന്നുണ്ടല്ലോ, ഇൻസ്റ്റയിലും അതേപോലെ ഷോർട്സ് വീഡിയോയിലൊക്കെ കാണാം. പക്ഷെ ആ വൈറലായ ഏട്ടൻ കഴിക്കണ പോലെ ആരും കഴിച്ചിട്ടാവണില്ല അല്ലേ. ആ ഏട്ടൻ കഴിക്കണത് കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ വയറ് നിറയും. അങ്ങനെ നല്ലൊരു ഇതിലല്ലേ അത് ഫുഡ് കഴിക്കണത്. അപ്പോൾ അങ്ങനെയൊന്നും എൻ്റെ കുട്ടി കഴിച്ചാലാവില്ല കേട്ടോ. അപ്പോൾ ഞാനും ഓളും ഫോണിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടിരിക്കുമ്പോഴേ ആ ഏട്ടൻ ഫുഡ് കഴിക്കണത് അങ്ങനെ കണ്ടിരിക്കലുണ്ട്. ഓൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് തന്നെ ഇടാൻ പറയുന്നോട്. അങ്ങനെ ഞാൻ വീഡിയോസ് ഇട്ട് കൊടുക്കലുണ്ട് കേട്ടോ. അപ്പോൾ അതേപോലെ ചെയ്ത് നോക്കണം. അപ്പോൾ ഓള് ചെയ്തിട്ട് അതേപോലെ ആവണില്ല. അപ്പോൾ എന്തായാലും ചോറും കൂട്ടാനൊക്കെ രസമുണ്ട് ഇനി പറഞ്ഞു കേട്ടോ. പിന്നെ ഓള് ഒറ്റയ്ക്ക് കഴിച്ചാൽ കഴിയൂല. അപ്പോൾ പിന്നെ ഞാനും ഓളെടുത്ത് അപ്പുറത്തിരുന്ന് ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടാട്ടോ ചോറ് കഴിച്ചത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പീസൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയത്. നമ്മൾ ചെമ്മീൻ ചമ്മന്തി എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതേപോലെ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും. പിന്നെ ഇപ്പോൾ മാങ്ങേൻ്റെ സീസൺ അല്ലേ, മാങ്ങയൊക്കെ എല്ലാവർക്കും കിട്ടുമല്ലോ. അങ്ങനെ ഞാനും ഐഫക്കുട്ടി ആ ഇല അങ്ങോട്ട് വൃത്തിയാക്കിട്ടോ. ഞങ്ങൾ രണ്ടാളും നല്ല ആസ്വദിച്ചിട്ട് തന്നെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതേപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.